ശ്രീ ബി എൻ ഹസ്കർ ഈ വിഷയത്തിൽ കൂടി ഒന്ന് പ്രതികരിക്കണം. ഇപ്പോൾ PV അൻവർ എടുത്തിരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ ഭാഷയിലൊന്നും വലിയ വ്യത്യാസമില്ല. പറയുന്ന കാര്യങ്ങളിൽ ചില കുത്തലുകൾ ഉണ്ട് എന്നും തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫേസ് പോസ്റ്റിലുള്ളത്. തന്റെ സ്ട്രാറ്റജി മാറ്റുന്നു, തന്ത്രം മാറ്റുന്നു എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? ശ്രീ ബി എൻ ഹസ്കർ, അങ്ങനെയല്ല. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആർജിക്കേണ്ട പ്രാഥമിക മര്യാദയാണ് സഖാവ് അൻവർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ PV അൻവർ എന്ന് സംബോധന ചെയ്യാനാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വിധേയമായി നിന്നു വേണം അദ്ദേഹം പ്രവർത്തിക്കാൻ. അദ്ദേഹത്തെ നിശിതമായി പല ഘട്ടത്തിലും ഈ വിവാദത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ രീതിയല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വിധേയമായിക്കൊണ്ട് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറയുന്നതിനുള്ള ധൈര്യം കാണിക്കുന്ന തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണെന്ന ബോധ്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്. ഈ ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ അഭിവാദ്യം അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങിക്കൊണ്ട്, പാർട്ടിയാണല്ലോ എല്ലാത്തിനും ഇത്, ജനങ്ങൾക്ക് വിശ്വാസമുള്ള സാധാരണ ജനങ്ങളാൽ കെട്ടപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് CPI. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആ സമയത്ത് ബോധ്യപ്പെടാത്ത പിന്നെ എന്ത് ബോധ്യപ്പെടലാണ് പിന്നെ ഉണ്ടായ മണിക്കൂറുകളിൽ സംഭവിച്ചിരിക്കുന്നത്? അതൊരു ബോധ്യപ്പെടലാണോ, അത് ഭയപ്പെടുത്തി നിർത്തലാണോ? അൻവറിനെതിരെ നീങ്ങും എന്നുള്ള കൃത്യമായ സൂചനകൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. അവിടെ പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിന്തുണയ്ക്കുന്നവരാണ്. അവിടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിച്ചതിനാണ് പോലീസിനെതിരെ ചിലർ തിരിഞ്ഞത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അൻവറിനെ അതിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ. ആ രൂപത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങും എന്നുള്ള സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു തന്ത്രം മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ ബി എൻ ഹസ്കർ, സ്മൃതി, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യാവസാനം വരെ അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ആവർത്തിക്കുകയും അങ്ങ് പറയുന്ന രീതിയിൽ കള്ളക്കടത്തുകാരോ അല്ലെങ്കിൽ ഹവാല ഇടപാടുകാരുമായിട്ടോ അൻവറിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ വായിൽ ആ ഉത്തരം തിരുകേണ്ട ആവശ്യമില്ല, അങ്ങനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യം. മാത്രമല്ല, ഇപ്പൊ സഖാവ് അൻവറിന് വന്നിട്ടുള്ളത് വൈകി വന്ന വിവേകം. അദ്ദേഹം ആ വൈകി വന്ന വിവേകത്തിലാണ് പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ഉത്തമനായിട്ടുള്ള ഒരു അനുയായി എന്ന നിലയിൽ, അനുഭാവി എന്ന നിലയിൽ, പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട ഏറ്റവും ആർജവമുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു മനുഷ്യനായി ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നില്ല, ഇങ്ങനെ പറയുന്ന ആളാകുമായിരുന്നില്ല. അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 2 ആളുകൾക്ക് നേരെ, അതുപോലെ തന്നെ പോലീസിലെ ചില പുഴുക്കുത്തുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം കേരളത്തിലെ പ്രമുഖരായ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെ അദ്ദേഹം പെരുമാറുമായിരുന്നില്ല എന്നാണ്. PV അൻവറിനെതിരെ നിരവധി കേസുകളുണ്ട് നിലവിൽ ശ്രീ ബി എൻ ഹസ്കർ. മാത്രമല്ല, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം, ലീഗിന്റെ പ്രതികരണം അങ്ങോട്ടേക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി വരുന്നു. ഇപ്പുറത്ത് CPM നേതാക്കൾ ഓരോരുത്തരായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. വിജയരാഘവന്റെ പ്രതികരണം, അപ്പുറത്ത് റഹീമിനെ പോലുള്ള യുവ നേതാക്കളുടെ പ്രതികരണം. ഇതിങ്ങനെ തുടർച്ചയായി പ്രതികരണങ്ങൾ അൻവറിനെ തള്ളി വരുന്നു. പതുക്കെ പതുക്കെ സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് കിട്ടിയ വലിയ പിന്തുണ താഴേക്ക് പോകുന്നു. ഇതൊക്കെ ഒരു സൂചന. ഇനി നിൽക്കക്കള്ളിയില്ലാതെ തൽക്കാലം വഴങ്ങാം, ഇതൊരു തന്ത്രമായി കണ്ടാൽ പോരെ? താങ്കളെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത അൻവറിന്റെ നിലപാടിനെ വിമർശിച്ചതിന് അധിക്ഷേപിച്ച് തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അല്ല, അദ്ദേഹത്തിന്റെ ശൈലിയിൽ അങ്ങനെ പറയുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുമുള്ള ഖേദമില്ല. കാരണം അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ്. അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം മ്ലേച്ഛകരവും ലജ്ജാകരവുമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പൊ അതുപോലെ അദ്ദേഹം വിരോധങ്ങളോടോ പറയുന്നത് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല. അന്ന് അദ്ദേഹം നല്ല പാർട്ടിക്കാരനായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമൊക്കെ മുഖ്യമന്ത്രിക്ക് തോന്നി തുടങ്ങിയത്.
അങ്ങനെയല്ല. നമ്മൾ ഒരു വ്യക്തി നടത്തുന്ന വിമർശനങ്ങളെ ആ വിമർശനത്തിന്റെ താതാത്മ്യത്തിൽ നിന്ന് വേണം നാം അതിനെ കാണാൻ. ആ വിമർശനത്തിന്റെ ഗൗരവത്തിൽ അതിനെ കാണണം. ഒരുപക്ഷെ ഇപ്പോ അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ പാർട്ടിയും ഗവൺമെന്റും ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതി നൽകിയിട്ടുള്ള പരാതികളെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നു എന്ന ബോധ്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നലകൾ വന്നിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ്. അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ സന്ദേശം പാർട്ടിയും മുഖ്യമന്ത്രിയും പല ഘട്ടങ്ങളിൽ നൽകിയിട്ടും അദ്ദേഹം അത് ലംഘിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പിശക്. ആ പിശക് അദ്ദേഹം തിരുത്തുന്നു. അത് തിരുത്തുന്നത് ഏറ്റവും ആശ്വാസകരമാണ്. അത് അദ്ദേഹത്തിന്റെ കീഴടങ്ങലായോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കുന്നു എന്ന തരത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അദ്ദേഹം ശബ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ അദ്ദേഹം പെരുമാറുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ നമുക്ക് കാണാനാവില്ല. അങ്ങനെ കാണേണ്ട സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാനുള്ളതൊക്കെ അൻവർ ഇട്ട് തന്നു കഴിഞ്ഞിരിക്കുന്നു ശ്രീ ബി എൻ ഹസ്കർ.